കരുനാഗപ്പള്ളി കൊട്ടേഷൻ കൊലപാതകത്തിൽ പ്രതികൾക്ക് സിപിഐഎം ബന്ധം. കൊട്ടേഷൻ നൽകിയ പങ്കജും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK ബാലചന്ദ്രനും ഒന്നിച്ചുള്ള ചിത്രം ആണ് പുറത്തുവന്നത്. കരുനാഗപ്പള്ളിയിലെ സിപിഐഎം വിഭാഗീയതയിലെ മുഖ്യ കാരണങ്ങളിൽ ഒന്നും ഇതാണ്. കൊടിസുനിക്ക് ഒപ്പം ഉള്ളതാണ് പങ്കജിന്റെ FB കവർ ചിത്രം. കേസിലെ പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. വിനീഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, പ്രതികൾക്ക് CPM-മായി ഏത് തരത്തിലുള്ള ബന്ധത്തിന്റെ വിവരമാണ് പുറത്തുവരുന്നത്? അഭിലാഷ്, കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിലെ കൊട്ടേഷൻ നൽകിയതായിട്ട് പോലീസിന് സംശയമുള്ള പങ്കജ് മേനോൻ എന്ന പ്രതിയുടെ ചില ഫോട്ടോകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. പങ്കജിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. പങ്കജിനായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ പങ്കജിന് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് പങ്കജിന് ചില ബന്ധങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ ചിലർ പങ്കജിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ ആദ്യം തന്നെ ഉയർന്നു വന്നിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം ചില ഫോട്ടോകളും പ്രചരിക്കുന്നുണ്ട്. ഈ പങ്കജ് ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം തന്നെ CP വധക്കേസ് കൊടിസുനിക്കൊപ്പം നിൽക്കുന്ന ചില ഫോട്ടോകൾ പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ മുൻ CPM ജില്ലാ കമ്മിറ്റി അംഗത്തോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പ്രചരിക്കുന്നു. ഇത്തരം സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് വലിയ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സമ്മേളനവുമായി CPM-ന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ വലിയ വിഭാഗീയത ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധിച്ച സാഹചര്യമായിരുന്നു. അന്ന് ഈ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു. ഈ പങ്കജ് മേനോനും ഈ CPM-ന്റെ നേതാവുമായിട്ടുള്ള ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ. പക്ഷേ ഇതെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോഴും. അതായത് വിനീഷ്, ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് പറ്റാത്തത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമാണോ ഉയരുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള ആക്ഷേപമാണ്. സോഷ്യൽ മീഡിയയിലടക്കം അത്തരത്തിലുള്ള ഈ പോസ്റ്റിന് താഴെ വരുന്ന പ്രതികരണങ്ങളും അത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പോലീസ് എന്തായാലും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് വിനീഷ് നൽകിയത്.